കഴിഞ്ഞ ദിവസം ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുത്തു, നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഇതൊക്കെയാണ് ആ ഫോട്ടോസ്. ഈ ഫോട്ടോസൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്കൊരു പ്രൊഫഷണൽ ക്യാമറയോ അല്ലെങ്കിൽ ഒരു ലൈറ്റ് അറേഞ്ച്മെൻറ്റോ സെറ്റപ്പോ അങ്ങനെ ഒന്നും ചെയ്യേണ്ടി വന്നില്ല. ഞങ്ങളൊരു ബേസിക് ഒരു ഫോണിലെടുത്തൊരു ഫോട്ടോയാണ്. അപ്പോൾ ആ ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് കാണിച്ചു തരാം ആദ്യം. അപ്പോൾ ഞങ്ങളുടെ റൂമിൽ ഇതുപോലെ ഒരു ബേസിക് സെറ്റപ്പിൽ ഒരു സാധാ നോർമൽ ഫോൺ ഉപയോഗിച്ച് ഞങ്ങളെടുത്ത കുറച്ച് ഫോട്ടോസൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അപ്പോൾ ഇതിനെ എങ്ങനെ ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫി പോലുള്ള ഒരു സെറ്റപ്പിലേക്ക് നമുക്ക് അല്ലെങ്കിൽ ഒരു മോഡിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം. ഇതുപോലെ നോർമലായിട്ട് ഞങ്ങളെടുത്തൊരു ഫോട്ടോയാണ്. ഇത് നമ്മൾക്ക് എങ്ങനെ ഈ രീതിയിലേക്ക് മാറ്റി. സോ ഇതിൽ വന്ന ചേഞ്ചസ് എന്ന് പറയുന്നത് കോസ്റ്റ്യൂമും ബാക്കി എല്ലാ പ്രോപ്പർട്ടീസും അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചെയ്തത് ആ ഒരു റൂം സെറ്റപ്പിനെ ഒരു ഡാർക്ക് സെറ്റപ്പിലോട്ട് മാറ്റി, ഒരു ഡാർക്ക് റൂമാക്കി മാറ്റി. അതുപോലെ ബാക്കിൽ ചെറിയൊരു സ്മോക്കിന്റെ ഒരു എഫക്റ്റ് കൊടുത്തു. അതുപോലെ തലയുടെ മുകളിൽ നിന്നിട്ട് ഓവർ ഹെഡ് ആയിട്ട് ലൈറ്റ് ഇങ്ങനെ ഫോളോ ചെയ്യുന്ന പോലത്തെ ഒരു എഫക്റ്റ്. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ ഇവിടെ ഒന്നും ലൈറ്റിന്റെ അറേഞ്ച്മെന്റ്സ് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇവിടെ നമ്മൾ കൊടുത്ത പ്രോംപ്റ്റിനനുസരിച്ചിട്ട് മുകളിൽ നിന്ന് വീഴുന്ന ലൈറ്റ് കറക്റ്റ് ആയിട്ട് ആ ഷാഡോസും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫേസിന് വലുതായിട്ട് മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. ഇതിലെങ്ങനെ ചെയ്യാന്നുള്ളത് പെട്ടെന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്യാം. ആദ്യം തന്നെ നിങ്ങളുടെ ജെമിനി ആപ്പ് ഓപ്പൺ ആക്കുക. നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിലായിരുന്നാലും ഐഫോണിലാണെങ്കിലും ജെമിനി ആപ്പ് അവൈലബിൾ ആണ്. എന്നിട്ട് പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഏത് ഫോട്ടോ ആണോ എഡിറ്റ് ചെയ്യേണ്ടത് ആ ഫോട്ടോ സെലക്ട് ചെയ്യുക, അത് ആഡ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു പോർഷനിൽ നമുക്ക് വേണ്ട പ്രോംപ്റ്റ് എന്താണോ അത് ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് കോപ്പി പേസ്റ്റ് ചെയ്യുക, എന്നിട്ട് എൻ്റർ ചെയ്യുക. സോ ഈ ഒരു നോർമൽ ഫോട്ടോനെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ എങ്ങനെ നമുക്കത് റീക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് കാണാം. ഇതാണ് എൻ്റെ ഒരു എൻഡ് റിസൾട്ട് ആയിട്ട് വന്നത്. സോ ഇവിടെ നിങ്ങൾ കാണുന്ന പോലെ കോസ്റ്റ്യൂമിനോ വേറെ പ്രോപ്പർട്ടിക്കോ ഫേസിനോ ഒന്നും ഒരു ചേഞ്ചും വന്നിട്ടില്ല. നമുക്ക് വേണ്ട ഒരു സെറ്റപ്പ് കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഒരു ബെറ്റർ റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു റെഫറൻസ് പിക്ചറിൽ നിന്നിട്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോഴും നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യണമെങ്കിൽ ഇതുപോലത്തെ ഒരു റെഫറൻസ് പിക്ചർ ആദ്യം കൊടുക്കുക, എന്നിട്ട് പ്രോംപ്റ്റ് കൊടുക്കുക. പിക്ചർ മാക്സിമം ഇതുപോലത്തെ ഒരു പോർട്രേറ്റ് ഫോട്ടോ ആണെങ്കിൽ കുറച്ച് ബെറ്റർ ആയിരിക്കും. നമ്മുടെ ഫേസിന്റെ ഫീച്ചേഴ്സ് ഒക്കെ കാണുന്ന രീതിയിൽ ഒരുപാട് ആർട്ടിഫിഷ്യാലിറ്റി ഇല്ലാണ്ട് റിയലിസ്റ്റിക് ആയിട്ട് ഒരു നല്ലൊരു ഫോട്ടോ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കാണുന്ന പ്രോംപ്റ്റ് ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഒന്ന് ക്രിയേറ്റ് ചെയ്തതാണ്. സോ ഈ പ്രോംപ്റ്റ് ഞങ്ങൾ ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അതല്ലാതെ കമന്റിലും പിൻ ചെയ്തിരിക്കാം. നിങ്ങൾക്കത് സ്ക്രീൻഷോട്ട് എടുക്കുകയോ പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്യുകയോ ചെയ്തിട്ട് ഇതുപോലുള്ള പിക്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. ആ പിക്ചേഴ്സ് പോസ്റ്റ് ചെയ്യുമ്പോൾ ഞങ്ങളെ കൂടെ ഒന്ന് ടാഗ് ചെയ്യുക, അംതും ഡയറീസ്. താങ്ക് യു.